എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങളെ കണ്ടെത്തിയതാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പ്രത്യേക സന്ദേശം പറയാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിരിക്കാം. ചിലർക്കൊരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലർക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് കാരണം ഇപ്പോഴും പെയിൻ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കൂ, ഓരോ ഡിലേക്കും ഒരു കാരണം ഉണ്ടാകും. ചിലപ്പോൾ യൂണിവേഴ്സ് നമ്മളെ തെറ്റായ ആളുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചില റിലേഷൻഷിപ്സ് അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ടെറർ റീഡിങ്ങിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലവ് ലൈഫ്, ഫ്യൂച്ചർ പാർട്ട്ണർ എനർജി, സീക്രട്ട് അഡ്മിറർ, നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ടൈമിംഗ് എല്ലാം കൂടിയിട്ട് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ മൈൻഡ് കാമാക്കുക. പിന്നെ സ്ക്രീനിൽ കാണുന്ന 3 ഓപ്ഷൻസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നിനെ ചൂസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് ആകർഷിക്കുന്ന ഒന്ന് തന്നെ തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് നിങ്ങളുടെ കണ്ണിൽ ഏതാണോ പെട്ടത് അത് തന്നെയാണ് നിങ്ങളുടെ പൈൽ. ശരി, ഇനി നമുക്ക് റീഡിങ് തുടങ്ങാം. പൈൽ 1 റോസ് തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ ഈ പൈലിൻ്റെ എനർജി വളരെ സോഫ്റ്റ് ആൻഡ് ഇമോഷണൽ ആണ്. നിങ്ങൾ ഒരാളെ വളരെ ഡീപ്ലി സ്നേഹിച്ചിട്ടുണ്ടാവാം, പക്ഷേ ആ റിലേഷൻഷിപ്പ് നിങ്ങളെ മെൻ്റലി ടയേർഡ് ആക്കിയിട്ടുണ്ട്. കാർഡ്സ് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും പുറത്ത് പറയാതെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ്. പലപ്പോഴും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, പക്ഷേ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്ത് ഇമോഷണൽ ആകുന്ന എനർജി കാണുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇവിടെ കാണുന്നത്, നിങ്ങൾ പഴയ പെയിൻ റിലീസ് ചെയ്യാൻ റെഡി ആവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പേഴ്സൺ വളരെ കാം എനർജി ഉള്ള ഒരാളായിരിക്കും. ഈ പേഴ്സൺ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ കണക്ഷൻ ആദ്യം ഫ്രണ്ട്ഷിപ്പ് പോലെയായിരിക്കും ഫീൽ ചെയ്യുക. സ്ലോലി ലേറ്റ് നൈറ്റ് കോൾസ്, ഗുഡ് മോർണിംഗ് മെസ്സേജസ്, സ്മോൾ കെയറിങ് ആക്ഷൻസ്, ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടി പോകുന്നത്. കാർഡ്സിലെ നേച്ചർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് യാത്രയിൽ, അല്ലെങ്കിൽ കോളേജിലോ വർക്ക് പ്ലേസിൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയോ സോഷ്യൽ മീഡിയ കണക്ഷൻ വഴിയോ കാണുന്നുണ്ട്. ഈ പൈൽസിൽ റിപ്പീറ്റഡ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ, അതായത് 111, 222, 444 പോലുള്ള നമ്പേഴ്സ്, അത് യൂണിവേഴ്സിൻ്റെ ഒരു സൈൻ ആയിരിക്കും. ഈ പൈൽസിന് റിപ്പീറ്റഡ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ, അതായത് 111, 222, 444 ഇതുപോലുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ ഒരു സൈൻ ആയിരിക്കാം. ഇനി നിങ്ങൾ പൈൽ 2 മൂൺ ആണ് തിരഞ്ഞെടുത്തവരെങ്കിൽ, ഈ പൈൽ വളരെ മിസ്റ്റീരിയസ് എനർജിയാണ്. നിങ്ങളെ ഒരാൾ സൈലൻ്റ് ഒബ്സർവ് ചെയ്യുന്ന എനർജി കാർഡ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുകയോ സ്റ്റോറീസ് നോക്കുകയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് അറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഫീലിങ്സ് തുറന്നു പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ട്, കാരണം റിജക്ഷൻ ഫെയർ ആണ്. ഈ പൈല് തിരഞ്ഞെടുക്കുന്നവർക്ക് സഡൻ കമ്മ്യൂണിക്കേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് മെസ്സേജ്, അല്ലെങ്കിൽ റാൻഡം കോൾസ്, അല്ലെങ്കിൽ ലോങ് ടൈം കഴിഞ്ഞിട്ടുള്ള റീകണക്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ കാർഡ്സ് ഒരു വാർണിംഗും നൽകുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് വളരെ ഫാസ്റ്റായിട്ട് അറ്റാച്ച് ചെയ്യരുത്. ആളെ സ്ലോലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ചിലർക്ക് ലവ് ട്രയാങ്കിൾ എനർജി പോലും കാണുന്നു, അതായത് 2 ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുക. 1% സീരിയസ് എനർജി ആയിരിക്കും, മറ്റൊരാൾ ടെമ്പററി അട്രാക്ഷൻസ് മാത്രമായിരിക്കും. അതുകൊണ്ട് ഇൻറ്റ്യൂഷൻ കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൈൽസിൽ മൂൺ എനർജി സ്ട്രോങ് ആയതുകൊണ്ട് നൈറ്റ് ടൈമിൽ ഓവർ തിങ്ക് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓർക്കുക, നിങ്ങൾ അന്വേഷിക്കുന്ന ലവ് നിങ്ങളെയും അന്വേഷിക്കുന്നുണ്ട്. ഇനി പൈൽ 3 കീ തിരഞ്ഞെടുത്തവരാണെങ്കിൽ, ഈ പൈൽ ഏറ്റവും പവർഫുൾ സ്പിരിച്വൽ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ഡിലേ ആയത് പണിഷ്മെൻ്റ് അല്ല, യൂണിവേഴ്സ് നിങ്ങളെ റോങ് പീപ്പിളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സർവൈവ് ലെവൽ കണക്ഷൻ അല്ല വേണ്ടത്, ഡീപ്പ് ഇമോഷണൽ ബോണ്ടാണ് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത്. കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ മെച്ചർ മൈൻഡ് സെറ്റുള്ള ഒരാളായിരിക്കും. ഫിനാൻഷ്യലി സ്റ്റേബിൾ എനർജി ചിലർക്ക് കാണുന്നുണ്ട്. ഈ പേഴ്സൺ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും, അതുകൊണ്ട് അവർ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണും. ഈ കണക്ഷൻ സ്ലോലി ബിൽഡാവുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യം ഫ്രണ്ട്ഷിപ്പിലൂടെ വന്ന് പിന്നീട് ട്രസ്റ്റ്, പിന്നീട് ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കാർഡ്സിൽ ഞാൻ കാണുന്ന ചില ഇനീഷ്യൽസ് AMSRKN, ഈ ലെറ്റേഴ്സ് വരുന്ന ആളുകൾ ചിലർക്ക് ഇമ്പോർട്ടൻ്റ് ആവാം.
ഇത് ഫ്യൂച്ചർ പാർട്ട്ണറിൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരമാകാം, അല്ലെങ്കിൽ നിങ്ങളെ കറൻ്റ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒരാളുടെ പേരായിരിക്കാം. ചിലപ്പോൾ ഇത് പ്ലേസ് നെയിം, നിക് നെയിം, സോഷ്യൽ മീഡിയ യൂസർ നെയിം ഇതിലേതെങ്കിലും ആയി പോലും കണക്ട് ചെയ്യാം. പക്ഷേ എക്സാക്ട് പ്രഡിക്ഷനായിട്ട് എടുക്കാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് മീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് നോക്കുക. ടൈമിംഗ് എനർജി നോക്കുമ്പോൾ ഈ റീഡിങ്ങിൽ സ്ലോ ബട്ട് പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണിക്കുന്നു. ചിലർക്ക് 3 വീക്സിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ 2 മന്ത്സിനുള്ളിൽ ന്യൂ കണക്ഷൻ, അല്ലെങ്കിൽ ഇയർ എൻഡിന് മുമ്പ് റിലേഷൻഷിപ്പ് പ്രോഗ്രസ് പോലുള്ള എനർജീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓർക്കുക, യൂണിവേഴ്സ് എല്ലാം പെർഫെക്റ്റ് ടൈമിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നമ്മൾ ഡിലേ എന്ന് കരുതുന്നത് ആക്ച്വലി പ്രിപ്പറേഷൻ ഫേസ് ആയിരിക്കാം. നിങ്ങൾ ഇമോഷണലി റെഡിയാകാൻ യൂണിവേഴ്സ് ടൈം കൊടുക്കുന്നുണ്ടാവാം. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ചില സൈൻസ്: റിപ്പീറ്റഡ് ഡ്രീംസ് അബൌട്ട് സം വൺ, ഒരേ പേഴ്സണെ വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത്. പിന്നെ 111, 222, 444 പോലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്. റാൻഡം സോങ്സ് സഡൻലി റിലേറ്റ് ആകുന്നത്. സോഷ്യൽ മീഡിയയിൽ അൺഎക്സ്പെക്റ്റഡ് റീകണക്റ്റ് ഉണ്ടാകുന്നത്. സെയിം നെയിം പല സ്ഥലങ്ങളിലും കാണുന്നത്. ഇതൊക്കെ കോഇൻസിഡൻറ്റ് മാത്രം ആവണമെന്നില്ല. ചിലപ്പോൾ യൂണിവേഴ്സ് നമ്മളെ ജെന്റ്ലി ഗൈഡ് ചെയ്യാൻ സൈൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു മെസ്സേജ് കാർഡ്സ് പറയുന്നുണ്ട്. ലവ് വരുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ലവ് ചെയ്യാൻ പഠിക്കണം. പലപ്പോഴും നമ്മൾ ഹാപ്പിനെസ് മറ്റൊരാളിൽ അന്വേഷിക്കും. പക്ഷേ റിയൽ ഹെൽത്തി റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാവുന്നത് നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ്. നിങ്ങളുടെ വാല്യൂ ആരെങ്കിലും വന്നിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ടാരോട്ട് റീഡിങ് ഫ്യൂച്ചർ ഫിക്സ് ചെയ്ത ഒന്നല്ല. ടാരോട്ട് ഒരു ഗൈഡൻസ് മാത്രമായിരിക്കും. എനർജി ചേഞ്ച് ആകുമ്പോൾ ഫ്യൂച്ചറിലും ചേഞ്ച് ഉണ്ടാവാം. അതുകൊണ്ട് നെഗറ്റീവ് പ്രഡിക്ഷൻസ് വന്നാലും പേടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. റോങ് ആളുകളെ ഫോഴ്സ് ചെയ്ത് ലൈഫിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ബിക്കോസ് റൈറ്റ് പേഴ്സൺ വന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനല്ല, പീസ് ആയിരിക്കും ഫീൽ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളോട് റെസനേറ്റ് ചെയ്തെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ഏത് പൈലാണ് ചൂസ് ചെയ്തത് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.